ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ ധനക തിരുനാളിൻ്റെ എല്ലാ വിധത്തിലുള്ള മംഗളാശംസകളും നേരുന്നു. അതോടൊപ്പം ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-ഉം 17-ഉം തിരുവചനങ്ങളാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനങ്ങൾ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ, അതായത് യോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്നും ഈശോയുടെ സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ഈ സ്നാനം കഴിഞ്ഞപ്പോഴാണ്, ജലത്താലുള്ള സ്നാനം യോഹന്നാനിൽ നിന്നും ഈശോ സ്വീകരിച്ചപ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ഈശോയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് യോഹന്നാൻ കാണുകയാണ്. ഹല്ലേലൂയ. വീണ്ടും അതിൻ്റെ 17-ാം തിരുവചനം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. അതായത് ഒരു അശരീരി, സ്വർഗീയ പിതാവിൻ്റെ ഒരു അശരീരി ഇവിടെ സംഭവിക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു യോഹന്നാൻ കേൾക്കുകയാണ്. ഹല്ലേലൂയ. അതായത് യഥാർത്ഥത്തിൽ ഈശോയുടെ മാമോദീസയിലൂടെയാണ് സ്വർഗം തുറക്കപ്പെട്ടത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ഈശോയുടെ മാമോദീസയിലെ എല്ലാ അനുഗ്രഹങ്ങളും, ധനകാ തിരുനാളിൻ്റെ എല്ലാ ആശീർവാദവും എല്ലാ ദൈവമക്കൾക്കും ലഭിക്കട്ടെ. ആഗോള കത്തോലിക്ക സഭ മുഴുവൻ ഇന്ന് ധനകാ തിരുനാൾ കൊണ്ടാടുന്ന ഈ സുദിനത്തിൽ ഈശോയുടെ സന്നദ്ധയിൽ നമുക്ക് ഏറ്റവും ഭക്തിയോടെ ആയിരിക്കാം. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ദിവ്യാൻ ഈശോ ഏറ്റവും യോഗ്യത നമുക്ക് സ്വീകരിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.